എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കക്കയിറച്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് നമ്മുടെ വീട്ടിൽ ഒരു ചേട്ടനായിട്ട് രാവിലെ കൊണ്ടുതരുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും മാത്രം നമുക്കിത് കിട്ടാറുള്ളൂ. കിട്ടുന്ന സാധനം ഫ്രഷുമാണ്. അപ്പോൾ അതിരാവിലെ തന്നെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ അതിരാവിലെ തന്നെ ഇതിൻ്റെ പരിപാടിയിലേക്ക് അങ്ങ് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കക്ക ഇറച്ചിയിൽ നന്നായിട്ട് മണ്ണും അഴുക്കും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ചില സ്ഥലങ്ങളിൽ ഇത് ഞെക്കി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഇത് ഇങ്ങനെ തന്നെയാണ് പൊതുവെ ഉപയോഗിച്ച് കണ്ടുവരുന്നത്. അപ്പോൾ ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ എടുത്തു വെച്ച 1 ലിറ്റർ കക്ക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 സവാളയും ഒരു 4 പച്ചമുളകുമാണ്. അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-20 മിനിറ്റോളം ഇത് വേവാനായിട്ട് അനുവദിക്കണം. കാരണം കക്കയിറച്ചിക്ക് ഒരിത്തിരി വേവ് കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിനെ ഒരു 10-20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയുമാണ്. വെളുത്തുള്ളിയുടെ അളവെന്ന് പറയുന്നത് 1 കുടം വെളുത്തുള്ളിയാണ്. അതിലേക്ക് ഒരു ഇഞ്ചിയുടെ ഒരു 1/4 ഭാഗത്തോളം മുറിച്ചെടുത്ത് 2 കൂടി ചതച്ചെടുത്തതാണ്. അതിനുശേഷം ഈ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മുടെ കക്കയിറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എല്ലായിടവും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. നമ്മൾ എടുത്തു വെച്ച തേങ്ങയൊക്കെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ തേങ്ങയെ ഈ കക്കയിറച്ചിയിലേക്ക് നന്നായി ഇളക്കി ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇളക്കി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം. നല്ല രീതിയിൽ ഇളക്കി ഇതിനകത്ത് ഈ തേങ്ങ എല്ലാം യോജിച്ചതിന് ശേഷം ഇതിനകത്തേക്കാണ് നമ്മൾ ഇനി കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാലക്കൂട്ടുകളില്ലേ ആ പൊടിയായാലും മതി. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് രണ്ടും ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലയുടെ പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടിയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കടുക് വറുത്ത് പിന്നീടാണ് അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത കക്കയിറച്ചിയെ മറ്റൊരു ചട്ടിയിലേക്ക് ചൂടായി ഒഴിച്ച എണ്ണയിലേക്ക് കടുക് വറുത്ത് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പൊരു കാര്യമുണ്ട്. കടുക് വറുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും. കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ പേര് കറിവേപ്പില ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കക്കയിറച്ചിയുടെ കൂട്ടിനെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണ്. കക്കയിറച്ചി എപ്പോഴും സ്പൈസി ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഒരു സ്പൈസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ കക്കയിറച്ചി വാങ്ങിയതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചപ്പാത്തിയും കൂട്ടി ഈ കക്കയിറച്ചി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കളറ് തന്നെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാഴ്ചയിലുള്ള ഭംഗി മാത്രമല്ലായിരുന്നു കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇത് ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്